ഈ വൈകുന്നേരം ഉണ്ടല്ലോ നമ്മൾ ജംഗ്ഷനിലോട്ട് ഇറങ്ങുമ്പോഴത്തേനും ഈ സ്കിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും നമ്മളെ നോക്കി പറയാ ഇല്ലെന്നുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ലെന്നില്ല, കാരണം പൈസ ഇല്ല. വിഘ്നങ്ങൾ തീർക്കുന്ന ഗണപതേ. ഇതേ അയ്യപ്പൻ്റെ അമ്പലമാ. എന്നാ പുലി വാഹന പൊക്കോടുന്നു. ഡിസ്കവറി ചാനൽ വേറെ ആൾക്കാർക്കുള്ളതാ. തിരുവടി പാദമടിയനു ശരണം. എന്നെ ആരെങ്കിലും കണ്ട ദാതയായിട്ട് അംഗീകരിക്കും. നിങ്ങൾ തന്നെ പറ. സംവിധാനം തമ്പി കണ്ണൻ ദാനം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമസ്കാരം. മീഡിയ ഗ്രാഫിക്സ് ടിവിയുടെ ഇങ്ങനെ ഒരു താരം എന്ന പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് മറ്റാരുമല്ല, വളരെ പ്രഗത്ഭനായ നിരവധി കഴിവുകളുള്ള ഒരു കലാകാരനെയാണ്. അദ്ദേഹം സിനിമാ താരമാണ്, സീരിയൽ താരമാണ്, അതുപോലെ തന്നെ മിമിക്രി താരമാണ്. നിരവധി വേദികളിൽ നമ്മൾക്കെല്ലാവർക്കും സുപരിചിതനായ മനോജ് വഴിപ്പടി. മനോജ് നമസ്കാരമുണ്ട്. നമസ്കാരം. വഴിപ്പടി മനോജിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ട കാര്യമില്ല. നിരവധി കോമഡി ഷോകൾ, അതായത് സിനിമ, സീരിയൽ, കോമഡി ഷോകൾ, അതുപോലെ തന്നെ നിരവധി സ്റ്റേജിലൊക്കെ എന്ന് പറയാൻ മനോജിൻ്റെ അടുത്ത് ഞാനിപ്പോൾ മനോജിനെ കണ്ട ഒരാൾ തിരിച്ചറിഞ്ഞപ്പം ഞാൻ പുള്ളിയോട് പറഞ്ഞൊരു കാര്യം, അധികം നേരം സംസാരിക്കാൻ നിൽക്കണ്ട, ചിരിച്ച് കുടല് കീറിപ്പോകും എന്നാണ് ഞാൻ പറഞ്ഞത്. മനോജിനോടൊപ്പം ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ എന്താ പറയുക, ചിരിയുടെ പൂരമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനോജ് ചെയ്യാത്ത ചാനലുകളില്ല. അതായത് ഇനിയും മനോജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയൊരു ചാനൽ കണ്ടുപിടിക്കണം. മനോജ് പറഞ്ഞ പോലെ ഇനി മനോജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കവറി ചാനൽ മാത്രമേ ഉള്ളൂ. ഡിസ്കവറി ചാനൽ വേറെ ആൾക്കാർക്കുള്ളതാ. അത് കുഴപ്പമില്ല, അടിപൊളി. എന്നാലും കുഴപ്പമില്ല. അവിടെ ഈ ഒരു കോമഡി സെഗ്മെന്റ് തുടങ്ങുവാണ്, ഞാൻ ഉറപ്പായിട്ടും ചെയ്തിരിക്കും. അവിടെ കൂടെ ഞാൻ തല കൊടുക്കും. അത് വേറെ കാര്യം. സിനിമാ വിശേഷങ്ങളിൽ നിന്ന് നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. എൻ്റെ സിനിമാ ജീവിതം ആദ്യം തുടങ്ങുന്നത് ചിന്നദാത എന്ന് പറയുന്ന ഒരു സിനിമയാണ്. അതായത് ഒരു തമിഴ് റീമേക്ക് ഒരു പടമാണ് ചിന്നദാത എന്ന് പറയുന്നത്. ആ പടത്തിലാണ് ഞാൻ ഫസ്റ്റിലെ ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നത് തന്നെ. അത് നമ്മുടെ വീടിനടുത്ത് തന്നെയുള്ള നമ്മുടെ ഒരു നൈബറാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. അദ്ദേഹത്തിൻ്റെ ഒരു കെയർ ഓഫിലാണ് എനിക്കത് ആ പടത്തിൽ അഭിനയിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി തന്നത്. അതിൻ്റെ ഡയറക്ടർ നമ്മുടെ അടുത്ത് തന്നെയാണ്, ചമ്പക്കരയിലുള്ള ആളാണ്. നമ്മുടെ പ്രൊഡ്യൂസറുടെ പേര് ജി കെ എന്ന് പറഞ്ഞാൽ ഗോപാലകൃഷ്ണൻ എന്നാണ്. പിന്നെ രാജു ചമ്പക്കര എന്ന് പറയുന്നത്, അദ്ദേഹം കുറേയധികം പടങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് ഈ രാജു ചമ്പക്കര എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഡയറക്ഷനിലായിരുന്നു ആ പടം. സിനിമയുടെ പേര് ചിന്നദാത. മനോജാണോ ദാദായിട്ട്? എന്നെ ആരെങ്കിലും കണ്ട ദാതയായിട്ട് അംഗീകരിക്കും. നിങ്ങൾ തന്നെ പറ. ഒരു കാരണവശാലും അല്ല. അതിനകത്തൊരു ചെറിയൊരു റോള്, കാരണം വെച്ചാൽ ഷാജോൻ ചേട്ടൻ്റെ കാര്യസ്ഥനായിട്ട്. ഷാജോൻ ചേട്ടനായിരുന്നു അതിനകത്ത് ഒരു ലീഡിങ് വില്ലൻ എന്ന് പറയാം. ആ ഒരു വില്ലനും അല്ല എന്നൊരു നല്ലൊരു നടനും. അതെ, അങ്ങനെ ഒരു കഥാപാത്രം ഷാജോൻ ചേട്ടൻ ചെയ്ത് അതിൻ്റെ ആ വീട്ടിലെ കാര്യസ്ഥനായിട്ടായിരുന്നു ഞാൻ അഭിനയിച്ചത്. ഒരു നല്ല വേഷമായിരുന്നു, ഒരു മുഴുനീളം കഥാപാത്രമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് നമ്മുടെ പിഷാരടി സംവിധാനം ചെയ്ത പഞ്ചവർണ്ണ തത്ത എന്ന് പറയുന്ന ഒരു സിനിമ. നല്ലൊരു, കാരണം വെച്ചാൽ അതിനകത്ത് അത്യാവശ്യം എല്ലാം അറിയപ്പെടുന്ന ആർട്ടിസ്റ്റുകളാണ്. ജയറാമേട്ടനുണ്ട്, നമ്മുടെ ബോബൻ കുഞ്ചാക്കയുണ്ട്, പിന്നെ ജോജു മാളയുണ്ട്, പിന്നെ മല്ലിക സുകുമാരൻ, അങ്ങനെ കുറേ നീണ്ട നിരകളുണ്ടായിരുന്നു. അതിൽ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്തെന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള എല്ലാ കഥാപാത്രങ്ങളും ഒരുമിക്കുന്ന ഒരു സീനിലാണ് എനിക്ക് അഭിനയിക്കാൻ ഒരു അവസരം കിട്ടിയത്. അതിൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ട് കാണുന്ന, ആ സിനിമ കണ്ട പ്രേക്ഷകരായിട്ടുള്ള എല്ലാവർക്കും അറിയാൻ പറ്റും. ആ പടത്തിനകത്ത് നല്ലൊരു വേഷമാണ്, ഒരു ടാക്സി ഡ്രൈവറാണ്. അതായത് ജോജു മാളേനെ ഗൾഫിലോട്ട് തിരിച്ച് കൊണ്ടുവിടാൻ പോകുന്ന ഒരു ടാക്സി ഡ്രൈവറായിട്ട്. അത് ഇച്ചിരി ഹ്യൂമറായിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു. കാരണം ഞാൻ വണ്ടി ഓടിക്കാൻ പറ്റുന്ന ഒരു കഥാപാത്രമായിരുന്നു. അത് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഉറിയടി എന്ന് പറയുന്ന ഒരു പടം. ഉറിയടി എന്ന് പറയുന്ന പടം നമ്മുടെ അജു വർഗീസ് ആയിരുന്നു നായകനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് പോലീസ് സ്റ്റോറിയാണ്, പോലീസ് ക്വാർട്ടേഴ്സിൽ നടക്കുന്ന ഒരു സംഭവമാണ്. അവിടുത്തെ ഒരു ഓണാഘോഷത്തിനകത്ത് ഗാനമേളയ്ക്ക് പാടാൻ ചെല്ലുന്ന ഒരാളാണ്. അവിടെ പോലീസ് ഓർക്കസ്ട്രയിലെ പാടാൻ വിളിക്കുന്ന ഒരു ഗായകനായിട്ട്. അങ്ങനെ ഒരു കഥാപാത്രമാണ് ഞാൻ. അത് ചെറിയ പാട്ടുണ്ടോ അതിനകത്ത്? പാട്ടുമുണ്ട്. അത് പാട്ടെന്ന് പറയുന്നത് സിനിമാ പാട്ടാണ്. മേരെ സപ്നോങ്കി റാണി എന്ന് പറയുന്നൊരു ഹിന്ദി പാട്ട്. അതിങ്ങനെ കുറേ പാടുന്നതും അതിൻ്റെ കുറേ സാധനങ്ങളൊക്കെയാണ് കാണിച്ചത് ആ വിഷയം. അങ്ങനെ ആ ഒരു സാധനം ചെയ്ത് പിന്നെ ഇപ്പം ഇറങ്ങാൻ പോകുന്ന ഒരു പടമെന്ന് പറയുന്ന ജാഫ്രിക്ക ഒരു നല്ലൊരു വേഷം ചെയ്യുന്നൊരു കഥാപാത്രമാണ്. ആ ജാഫ്രിക്കയുടെ തട്ടുകടയാണ്. ആ തട്ടുകടയിലെ ഇൻസ്പെക്ഷന് വരുന്ന ഒരു ഫുഡ് ഇൻസ്പെക്ടറുടെ ഒരു വേഷം. ഗുലാൻ്റെ തട്ടുകട എന്ന് പറഞ്ഞാൽ പടത്തിൻ്റെ പേര്. അപ്പോൾ അതിനകത്ത് വരുന്ന ഒരു ഇൻസ്പെക്ഷന് വരുന്ന ഒരു ഫുഡ് ഇൻസ്പെക്ടറുടെ കൂടെ തന്നെ അല്ല, ജാഫ്രിക്ക ഇല്ല ആ സീനകത്ത്. അതിനകത്ത് ഉള്ളത് നമ്മുടെ ഇപ്പോൾ ഏറ്റവും ഇതായിട്ട് നിൽക്കുന്ന നമ്മുടെ ഷെഫ് പിള്ള, അദ്ദേഹത്തിൻ്റെ ആണ് ആ പടം. അദ്ദേഹത്തിൻ്റെ അയാൾ കോമ്പിനേറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു സീനാണ്. അദ്ദേഹത്തിനാണ് തട്ടുകട. ആ തട്ടുകടയിൽ ഞാൻ ചെല്ലുന്നതും ഈ ഫുഡിന് വേണ്ടി അവിടെ ചെന്ന് കഴിച്ചിട്ട് പൈസ ഇല്ലാതിരിക്കുകയാണ് സത്യത്തിൽ. എന്നിട്ട് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഞാൻ നൈസായിട്ട് ഊരി പോരുന്ന ഒരു സീനാണ് ഞാൻ
ചെയ്തത്. അപ്പം മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 5 ഇപ്പം 3 പടം ചെയ്തിട്ടുണ്ട്. രണ്ടെണ്ണത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം ആദ്യം ചെയ്ത പടം ചിന്നദാദ. ആ സമയത്ത് വോഡാഫോൺ കോമഡി സ്റ്റാർസിൽ ഉണ്ടായിരുന്നു. അതിന് മുമ്പാണ് ഞങ്ങൾ 2010 വോഡാഫോൺ കോമഡി സ്റ്റാർ എന്ന് പറയുന്ന പ്രോഗ്രാം തുടങ്ങുന്നത്. അതിനകത്ത് ഞാൻ, ഉല്ലാസ് പന്തള, അജിത്ത് കൂത്താട്ടുകൾ, ജോബി പാല, പിന്നെ ഇടയ്ക്ക് വരാറുണ്ടല്ലോ സുഖമായിട്ട്. അങ്ങനെ അന്ന് തുടങ്ങിയ കാലഘട്ടമാണ്. അന്ന് ഞങ്ങൾ എല്ലാവരും ഒരുപോലെ പോയി. അത് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ആ പടം അഭിനയിക്കാനുള്ള അവസരം ഉണ്ടാക്കി തന്നെ. വോഡാഫോൺ കോമഡി സ്റ്റാർസിന്റെ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നതും അതുപോലെ തന്നെ സിനിമയുടെ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നതും തമ്മിൽ ഒരു എന്താണ് ഒരു ഫീൽ എന്ന് പറയുന്നത്? ഒന്നാമത് വോഡാഫോൺ കോമഡി സ്റ്റാർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കുടുംബം പോലെ. അതായത് ആ ഏഷ്യാനെറ്റ് എന്ന് പറയുന്നൊരു കുടുംബമാണ്. അവിടെ നമുക്ക് പക്ക ഫ്രീഡം ഉണ്ട്. കാരണം വെച്ചാൽ എന്ന് വെച്ചാൽ തോന്നിയാസം കാണിക്കാന്നല്ല പറയുന്നത്, നമുക്ക് നമ്മുടേതായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഉണ്ട്. കാരണം വെച്ചാൽ എല്ലാവരും സപ്പോർട്ടിങ് ഉണ്ട് ശരിക്കും. പക്ഷേ സിനിമ എന്ന് പറയുന്ന ക്യാമറ എന്ന് പറയുമ്പോൾ ചുറ്റും നിൽക്കുന്നവരെല്ലാം അപരിചിതരാണ്. അവിടെ ഒരു ചെറിയൊരു ഫ്രൈറ്റ് ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. അതിനകത്തുനിന്ന് തരണം ചെയ്യുന്നവരാണ് ഇപ്പോഴത്തെ, സത്യം പറഞ്ഞാൽ ആ ഫ്രൈറ്റിൽ നിന്ന് മുന്നോട്ട് പോകുന്നവരാണ് ഇപ്പോഴത്തെ നല്ല നടന്മാരും നടിമാരും സിനിമയിലേക്ക് വരുന്നതും. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ലെന്നുള്ളതാണ് ഒരു കലാകാരൻ എന്ന നിലയിൽ എനിക്ക് വോഡാഫോണിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പം ആ ഒരു ചെറിയൊരു ഫ്രൈറ്റും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പിന്നെ എനിക്ക് നല്ല സപ്പോർട്ട് തന്നത് അതിനകത്ത് പ്രൊഡ്യൂസറായിട്ടുള്ള മണിയമ്പിള്ള സാറും പിന്നെ അതിൻ്റെ ഡയറക്ടറായിട്ടുള്ള പിഷാരടിയും. അവരെന്ന് പറഞ്ഞാൽ നമ്മുടെ പിഷാരടി അവരൊക്കെ ആയിട്ട് കോമഡി സ്റ്റാറിലാണെങ്കിലും പിഷാരടിയായിട്ട് പുറത്തൊക്കെ പ്രോഗ്രാമിനൊക്കെ ആണെങ്കിലും നമ്മൾ ഒരുപാട് നല്ല ബന്ധമുള്ളതുകൊണ്ട് നല്ല സപ്പോർട്ടായിരുന്നു. അതുകൊണ്ട് നമുക്കത് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ ആ ഒരു ഫ്രൈറ്റ് എനിക്ക് അവിടെ ഫീൽ ചെയ്തിട്ട് മാറിക്കിട്ടി. അതാണ് ശരിക്കും പറഞ്ഞാൽ. സിനിമ മാത്രമല്ലല്ലോ, സീരിയൽ ഉണ്ട്. സീരിയൽ കുറേ സീരിയൽ, നേരത്തെയൊക്കെ സീരിയലുകളിലൊക്കെ ഒന്നും ഇല്ലായിട്ടുള്ള വേഷങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ അടുത്തിടെ ഇറങ്ങിയ കാതോട് കാതോരം ഏഷ്യാനെറ്റിനകത്ത്, അതിനകത്തൊരു നല്ല വേഷമായിരുന്നു എനിക്ക് കിട്ടിയത്. അതൊരു നേരത്തെ സിനിമയുടെ കാര്യം പറയുമ്പോൾ ഒരു തമിഴ് റീമേക്കാണ്. കോമഡിയല്ല, ഇത് ഇത്തിരി സീരിയസ് ആയിട്ടുള്ളൊരു കഥാപാത്രമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 2 കുടുംബക്കാരുടെ കഥകളാണ് അതിനകത്ത് പറയുന്നത്. അതിനകത്ത് ഒരു കുടുംബക്കാരുടെ ആ വീട്ടിലെ കാര്യസ്ഥനായിട്ടായിരുന്നു, ഇതിനകത്തും കാര്യസ്ഥനായിട്ടായിരുന്നു വന്നത്. കാരണം നമ്മുടെ ഹരിപ്പാടുള്ള ജയൻ ചേട്ടൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കാര്യസ്ഥനായിട്ടായിരുന്നു ഞാൻ വന്നത്. അത് നല്ല വേഷമായിരുന്നു. കാരണം ആ കുടുംബത്തിലെ കഥകൾ കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാനുണ്ടാവും. നമ്മുടെ ബോബനും മോളിയുടെ പട്ടിയുടെ കാര്യം പറഞ്ഞ പോലെ ആ പുള്ളിയുടെ പുറകെ ഞാൻ എപ്പോഴും ഉണ്ടാവും. അത് ഉറപ്പായിരുന്നു. അങ്ങനെ നല്ലൊരു വേഷമായിരുന്നു. പിന്നെ ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വേറെ സീരിയലിൻ്റെ സംഭവങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല. 1-2 പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിപ്പോൾ എപ്പോഴാണ് വിളിക്കുന്നതെന്ന് അറിയത്തില്ല. കംഫർട്ടബിൾ സീരിയലാണോ സിനിമയാണോ വോഡാഫോൺ കോമഡി സ്റ്റാർസ് പോലുള്ള ചാനൽ പ്രോഗ്രാമുകളാണോ? സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ കോമഡി പ്രോഗ്രാമാണ്. കോമഡി പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നൂല് പൊട്ടിയ പട്ടം പോലെ നമ്മൾ എന്ത് ചെയ്യുന്നോ ഒന്നും നമുക്ക് ലിമിറ്റേഷൻ ഇല്ല. നമുക്കത് നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നുന്ന നല്ലതെന്ന് തോന്നുന്ന എന്ത് നമുക്ക് തുറന്ന് ചെയ്യാൻ. സിനിമയ്ക്കകത്തും സീരിയലിനകത്തും ഒരു ചെറിയൊരു ഫ്രെയിം ഉണ്ട്. ആ ഫ്രെയിമിന് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും പോകാൻ പറ്റത്തില്ല. അത് ഞാൻ സിനിമയിൽ ചെന്നപ്പം പിഷാരടി പ്രത്യേകം പറഞ്ഞൊരു സാധനം അത്. കാരണം വെച്ചാൽ നമുക്കിവിടെ മിമിക്രി വേണ്ട, സിനിമയ്ക്ക് ആവശ്യം ആ സിനിമയുടെ ഫ്രെയിമാണ് നമുക്കിവിടെ വേണ്ടത്. അതുകൊണ്ട് മിമിക്രി എടുത്ത് കളയാൻ പറഞ്ഞു. സീരിയലിൽ ചെന്നപ്പോഴും സീരിയലിനകത്തും ഒരു കാരണവശാലും കോമഡിയെക്കാട്ടിലും വളരെ വ്യത്യാസമാണ്. കാരണം വെച്ചാൽ പക്ക ടൈറ്റ് ഫ്രെയിമാണ്. എപ്പോഴും ഇങ്ങനെ വെക്കാനും പറ്റത്തില്ല. അപ്പോഴേ ഈ ഫ്രെയിമിന് ഔട്ടാവുക, അപ്പോൾ കട്ട് പറയും. അപ്പോൾ നമ്മുടെ ഇത് കഥകളി പഠിച്ചവർ കാണുകൊണ്ട് സുഖം അതിനറിയാം. ഇങ്ങനെ വെച്ചോണ്ട് ഇതിനകത്ത് നിന്നുകൊണ്ട് വേണം ഈ കണ്ണുകൊണ്ടും മറ്റവും കൊണ്ടും എല്ലാം കൊണ്ടും പരിപാടി നടത്താൻ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങാൻ പാടില്ല. അത് വേറെ കാര്യം, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഈ സീരിയലിനകത്ത് സിനിമയിലോട്ട് പോയിട്ടുള്ള മിക്കവരും തിളങ്ങാൻ കാരണം അങ്ങനെയാണ്. കാരണം വെച്ചാൽ അത് കറക്റ്റ് ടൈറ്റ് ഫിറ്റ് ഫ്രെയിമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സിനിമയും കോമഡിയും തമ്മിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ, സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈറ്റിനകത്ത് ആൾക്കാർക്ക് എല്ലാവർക്കും കാണാം. പക്ഷെ കോമഡി എന്ന് പറയുന്നത് ഒരു സ്റ്റേജിനകത്ത് നിൽക്കുന്നത് ആയിരക്കണക്കിന് ആൾക്കാർ അങ്ങറ്റത്ത് നിൽക്കുന്നവർക്ക് വരെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അവിടെ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നു അതുപോലെ ഓവർ സംഭവം ചെയ്തെങ്കിൽ ആ പുറകെ ഇരിക്കുന്നവർക്ക് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ സ്റ്റേജിൽ നമ്മൾ ഇളകി കളിക്കണം എന്ന് പറയുന്നത്. ആ സാധനം നേരെ സിനിമയിൽ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ സൗണ്ടിൻ്റെ പഞ്ചായാലും അങ്ങനെ തീർച്ചയായിട്ടും സൗണ്ട് എന്ന് പറയുമ്പോൾ സ്റ്റേജിൽ കളിക്കുമ്പോൾ നമ്മൾ തുറന്ന് കളിക്കണം. പക്ഷേ സിനിമയിലാണെങ്കിലും സീരിയലിനകത്താണെങ്കിലും നമ്മൾ ചുണ്ടനയ്ക്കാൻ മാത്രം മതി. സൗണ്ട് പുറത്തോട്ട് വരണമെന്ന് പോലും ഇല്ല. ബാക്കിയുള്ളവരെല്ലാം ഡബ്ബിങ് ആർട്ടിസ്റ്റുകൾ ചെയ്തോളും, നമ്മൾ പോലും ചെയ്യട്ടെ. അതാണ്. അതുപോലെ തന്നെ അളിയൻ ചെയ്ത ഈ വേഷങ്ങൾ അതെല്ലാം ഡബ് ചെയ്തത് മനോജ് തന്നെയാണ്. അതെ. ഈ 2 സിനിമയ്ക്കകത്താണെങ്കിലും ചെയ്തതും സീരിയലിനകത്താണെങ്കിലും ചെയ്തതും ആ ഒരു ഭാഗ്യം. കാരണം വെച്ചാൽ സീരിയലിനകത്ത് ഞാൻ ആദ്യം ചെയ്തിട്ട്
അപ്പം എനിക്ക് ഇവിടുന്ന് അങ്ങ് തിരുവനന്തപുരത്ത് നിന്ന് ഡബ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോഴത്തേനും അവർ പറഞ്ഞു എന്നാൽ വേറെ ആളെ കൊണ്ട് ചെയ്യിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ ഡയറക്ടർ പറഞ്ഞു അത് പറ്റത്തില്ല, മനോജ് തന്നെ ഡബ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് പ്രത്യേകം ക്യാഷ് നമ്മുടെ ബസ് ഫെയറൊക്കെ തന്നിട്ട് എന്നെ ഇവിടുന്ന് അവിടെ വിളിച്ച് എൻ്റെ പോർഷൻ മൊത്തം ഡബ് ചെയ്യിപ്പിക്കും. പിന്നെ വേറൊരു കേസിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഒരു 15 ദിവസത്തെ ഷെഡ്യൂളാണ്. ഈ 15 ദിവസം ആകുമ്പോഴത്തേനും നമ്മുടെ സീൻ ചെയ്ത് എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അടുത്ത ദിവസത്തെ ഷൂട്ടിൻ്റെ വൈകുന്നേരം പോയി തലേദിവസത്തെ നമ്മൾ ഡബ് ചെയ്ത് അതും അങ്ങനെ ഫിനിഷ് ചെയ്യാറുണ്ട്. ശരിക്കും മനോജ് വഴിപ്പടി എന്ന കലാകാരൻ മൊത്തം ഇപ്പം എത്ര സ്റ്റേജുകളിൽ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ടാവും എന്നൊന്ന് പറയാമോ? ഞാൻ എൻ്റെ കലാജീവിതം തുടങ്ങുന്ന ഒരു 93-94 കാലഘട്ടത്തിലാണ്. ആദ്യം സത്യം പറഞ്ഞാൽ ഒരു കോമഡി താരമല്ലായിരുന്നു. ആദ്യം ഞാൻ ഗാനമേളയിൽ പാട്ട് പാടാനായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ആ പാട്ട് പാടുമ്പം ആ സമയത്ത് ഏറ്റവും ട്രെൻഡായിട്ടിരുന്നൊരു സംഭവമാണ് മിമിക്സ് ഗാനമേള. ആ സമയത്ത് മിമിക്സ് ഗാനമേളയിൽ ഞാൻ മ്യൂസിക് വായിക്കുകയും പാട്ട് പാടാനുമാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ അവിടുന്ന് പിന്നെ ഗാനമേള വന്നിട്ട് എനിക്ക് ചെറിയൊരു ടേണിംഗ് പോയിന്റ് കിട്ടിയത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രശാന്ത പുന്നപ്പുറയുടെയൊക്കെ കൂട്ടത്തിൽ പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോകുമ്പോഴാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു സ്റ്റേജിൽ ഒരു പ്രശാന്ത പുന്നപ്പുറയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരവസരത്തിൽ എന്നെ പുള്ളിക്കാരൻ ചെയ്യുന്ന പുള്ളിയും ചെയ്യാൻ പറ്റത്തില്ല, വേറെ 2-3 സ്കിറ്റുകളുണ്ടായിരുന്നു പുള്ളി ചെയ്യുന്നത്. അതിന് ഞാൻ അങ്ങ് കയറി പെർഫോം ചെയ്തു. അവിടം തൊട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ മിമിക്സിലോട്ട് കടക്കുന്നത്. പിന്നെ അവിടുന്ന് വേറെ ട്രൂപ്പുകളിലോട്ട്, പിന്നെ പൂർണ്ണശ്രീ എന്ന് പറയുന്ന ട്രൂപ്പ്, സംഘകളി, സംഘമിത്ര, അങ്ങനെ കുറേ ട്രൂപ്പുകളിലൂടെ അങ്ങനെ ഇല്ല കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഉള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ സമിതികളും പുതിയ ട്രൂപ്പ് അതെ ചാനൽ കണ്ടുപിടിച്ചതുപോലെ ഇനി ഒരു പുതിയ ട്രൂപ്പ് കണ്ടുപിടിക്കണം. സത്യമാണുള്ള കാര്യം പറയുന്നത്. കാരണം ഒത്തിരി സ്റ്റേജുകൾ ഇപ്പോൾ സ്റ്റേജ് എത്ര കയറിയിട്ടുണ്ടെന്നുള്ളതൊന്നും പറയാൻ പറ്റത്തില്ല. ഒരുപാട് സ്റ്റേജുകൾ കയറിയിട്ടുണ്ട്, ഒരുപാട് സ്റ്റേജുകൾ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ടുള്ള എണ്ണമൊന്നും എനിക്കറിയാൻ പറ്റത്തില്ല. എന്നാലും ഓൾമോസ്റ്റ് ഒരു 10,000-15,000 മുകളിലായി കാണാം, സാധ്യത ഉണ്ടെന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ഗൾഫ് ഷോകൾ അല്ലേ, പ്രഗത്ഭരായ പല ആർട്ടിസ്റ്റുകളുടെയും കൂടെ ഗൾഫ് ഷോകൾ അവതരിപ്പിക്കാൻ പോട്ടെ, ഏതൊക്കെ രാജ്യങ്ങളിലാണ് പോയിട്ടുള്ളത്? എക്സ്പീരിയൻസ് ചെയ്യാൻ കൊടുക്കുന്നത്. ഞാൻ ഫസ്റ്റ് ഗൾഫിന് പോകുന്നത് നമ്മുടെ കൊച്ചിൻ ഗിന്നസ് എന്ന് പറയുന്ന ട്രൂപ്പിൻ്റെ കൂടാണ്. അന്ന് കോമഡി മിമിക്സ് എന്ന് പറയുന്നൊരു പ്രോഗ്രാം ഭയങ്കര വൈറലായിട്ട് നിൽക്കുന്ന സമയമാണ് നമ്മുടെ കൈരളി ടി വിക്കകത്ത്. അന്ന് ഞാനൊരു ചെറിയൊരു സ്കിറ്റ് കളിക്കാൻ വേണ്ടി ഞാൻ അവിടെ ചെന്ന്, ആ സമയത്ത് പ്രസാദേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. ആ സ്കിറ്റ് കണ്ട് പുള്ളിക്കാരൻ എന്നെ ഇഷ്ടപ്പെട്ടു. അടുത്ത വർഷം എൻ്റെ ഒരു വേക്കൻസി വരാൻ വേണ്ടി മനോജ് ഗിന്നസ് ആ ട്രൂപ്പിൽ നിന്ന് മാറുക. ആ വേക്കൻസിയിലൂടെ നമുക്കൊരു ചാൻസ് കിട്ടും. മനോജ് വഴിപ്പടി കയറുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ആ സ്റ്റേജിൽ ചെല്ലുന്നു. അന്ന് ആ വർഷം തന്നെ ഫസ്റ്റ് ഞാൻ ഗൾഫിൽ ഷോയ്ക്ക് പോവുക. ദുബായ് എന്ന് പറഞ്ഞാൽ UAE-യിലുള്ള ഒരുമാതിരിപ്പെട്ട സ്ഥലങ്ങൾ മുഴുവൻ കവർ ചെയ്യാൻ വേണ്ടി ഒരു മാസത്തെ ഷോ ഉണ്ടായിരുന്നു. അങ്ങനെ 2005-ലാണ് ഞാൻ ആദ്യമായിട്ട് ഗൾഫ് ഷോയ്ക്ക് പോകുന്നത്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. മലേഷ്യ, സിംഗപ്പൂർ. പിന്നെ ഒരിക്കലിപ്പോൾ ഇതിലുമായിട്ട് എനിക്ക് ഭാഗ്യം കിട്ടാത്ത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അമേരിക്കയിലും UK-യിലും ഒന്നും പോകാൻ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല. അത് ഒരു പ്രാവശ്യം ഗിന്നസിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും അമേരിക്കയിൽ പോകാൻ വേണ്ടി എനിക്ക് ബാക്കി എല്ലാവർക്കും വിസ റെഡിയായി, എനിക്ക് മാത്രം ശരിയായില്ല. അത് ഇപ്പൊ പേടിക്കണ്ട, കാര്യം വെച്ചാൽ ഇപ്പൊ ട്രംപ് വന്നിട്ടുണ്ട്. അതെ അമേരിക്കൻ വിസ സെറ്റ് അത് കുഴപ്പമൊന്നുമില്ല. കാരണം വെച്ചാൽ കേരളത്തിൽ നിന്ന് കുറേ ആവശ്യമില്ലാത്ത സാധനങ്ങൾ അമേരിക്ക കൊണ്ട് കളയണമെന്ന് പറഞ്ഞ് ഡംപ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊക്കെ ഒരുപാട് ചാൻസ് കിട്ടാൻ സാധ്യത ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കഴിഞ്ഞ ദിവസം അബുദാബി പ്രോഗ്രാം ഉണ്ടായിരുന്നത്, അത് കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ. അങ്ങനെ ത്രൂ ഔട്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. ഈ പറഞ്ഞ പോലെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അല്ലേ, ലോകമെമ്പാടും എന്ന് വേണമെങ്കിൽ പറയാം. ഈ പറഞ്ഞ 2 രാജ്യങ്ങൾ അമേരിക്ക, UK ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളിൽ ഉൾപ്പെടെ നിരവധി സ്റ്റേജ് ഷോകൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് ആരൊക്കെയാണ് കൂടെ ഉണ്ടായിരുന്നത്? പ്രഗത്ഭരായ പല മിമിക്രി താരങ്ങളും സിനിമാ താരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. തീർച്ചയായും 2005 ഞങ്ങളന്ന് പോകുമ്പം അന്നത്തെ ഹൈലൈറ്റ് സ്റ്റാറുകളായിരുന്നു ഉണ്ണിയേസ് നായർ, പ്രശാന്ത് പുന്നപ്പുറ, ഷിജു അഞ്ചുമന, പിന്നെ ബ്രിജേഷ് ഹരിശ്രീ, അനിൽ കൊല്ലം, പ്രസാദേട്ടന്. പിന്നെ താരനിരകൾ തന്നെ സൗമ്യ, പിന്നെ സേതുലക്ഷ്മി, അങ്ങനെ കുറേ ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ, പിന്നെ ഡാൻസേഴ്സ്, അങ്ങനെ കുറേ നല്ലൊരു നീണ്ട താരനിര തന്നെ ഉണ്ടായിരുന്നു അന്നത്തെ വർഷത്തിൽ. പിന്നെ കുറേ ആൾക്കാരുടെ, പിന്നെ പ്ലേ ബാക്ക് സിംഗേഴ്സിൻ്റെ കൂട്ടത്തിൽ പോയിട്ടുണ്ട്, സ്റ്റാർസിൻ്റെ കൂട്ടത്തിൽ പോയിട്ടുണ്ട്. അങ്ങനെ കുറേ പ്രോഗ്രാം അവിടെ ചെയ്തിട്ടുണ്ട്.
കുറേ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. പ്ലേബാ സിംഗേഴ്സിന്റെ കാര്യം പറയുമ്പോൾ നല്ലൊരു ഗായകനാണല്ലോ അല്ലേ? അല്ല, അത്യാവശ്യം പാടും എന്നൊക്കെ ഉള്ളൂ. അങ്ങനൊന്നും അല്ല, ഞാൻ കേട്ടിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് ഗംഭീരമായിട്ട് ടീംസുകളൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പാടുന്ന ഒരു ടാലന്റ് ഞാൻ മനോജിന്റെ. അത് പാട്ടിൻ്റെ ഒരു സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും അത് ഒരുപാട് പേർക്ക് ഞാനത് പറഞ്ഞു കൊടുക്കാറുണ്ട്. കാരണം വെച്ചാൽ ഈ പാട്ട് നമ്മൾ ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല, ഒന്നുമില്ലാതെ ഞാൻ കേട്ടുപിടുത്തം മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞു കൊടുക്കുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഓ, വലിയ പാട്ടുകാരൻ വന്നിരിക്കുന്നത് എന്നൊക്കെ പറയും ചിലരൊക്കെ. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഞാനങ്ങനെ പറഞ്ഞു ഇല്ലില്ല, സുഭാഷ് പറഞ്ഞതെന്നല്ല ഞാൻ പറഞ്ഞു. അതല്ല, വേറെ പലരും പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അത് പറഞ്ഞിട്ടുണ്ട്, അവർ മനസ്സിൽ പറയുമായിരിക്കും. അതാ പറഞ്ഞു കൊടുക്കുന്നതിന് വേറെ ഒന്നും ഉണ്ടല്ലോ. നമ്മൾ പാട്ടിന് അതിൻ്റെ പാട്ടിൻ്റെ ഒരു പെർഫെക്ഷന് വേണ്ടിയാണ് നമ്മളത് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം നമ്മൾ ആൾക്കാർക്ക് ആസ്വദിക്കാനാണല്ലോ നമ്മൾ പാട്ട് പാടുന്നത്. അപ്പോൾ അത് നമുക്ക് ചിലപ്പം ദാസേട്ടൻ്റെ വോയിസിൽ പാടാൻ പറ്റത്തില്ലായിരിക്കും, ചിലപ്പോൾ എം ജി ശ്രീകുമാറിൻ്റെ വോയിസിൽ പാടാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷേ അവരുടേതായിട്ടുള്ള ആ ഒരു രീതിയില്ലേ, അതൊന്ന് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോട്ടും അതും കാര്യങ്ങളും തിങ്സും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ ആൾക്കാർക്ക് ആസ്വദിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ പലരോടും ഞാൻ പറയാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പാട്ടുകൾ നമ്മൾ പഠിച്ച് പാടുന്നതല്ല, ഇത് കേട്ട് പഠിച്ച് പാടുന്നതാണ്, അത്രേ ഉള്ളൂ. മിമിക്രി കലാകാരൻ എന്ന നിലയിൽ ഇപ്പൊ ആരുടെ വോയിസ് വേണമെങ്കിലും ഇമിറ്റേറ്റ് ചെയ്ത് പാടാൻ പറ്റും അല്ലേ? പറ്റും. നമുക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ മനോജിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടിട്ടുള്ളത് ഇന്നേ വരെ ഒരു സ്വന്തം വോയിസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് അല്ലേ? ഇപ്പം ഒരു വോയിസ് ഇപ്പൊ ഡബ് ചെയ്യുന്ന കേട്ടാൽ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റും മനോജാണ് ഇത് ചെയ്തേക്കുന്ന മനോജാണെന്ന്. അങ്ങനെ വോയിസ് എന്തുകൊണ്ടാണ് അങ്ങനെ ശ്രമിക്കുന്നത്? ഇപ്പോൾ ഇമിറ്റേറ്റ് ചെയ്ത് പാടുന്ന കുറേ കലാകാരന്മാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ, ഒത്തിരി കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. പക്ഷേ അവരും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റുന്ന കാര്യമാണ്, അവരൊരു 4 വരി അല്ലെങ്കിൽ ഒരു 6 വരി അതിൽ കൂടുതൽ ഇമിറ്റേറ്റ് ചെയ്ത് പാടാൻ ശ്രമിക്കത്തില്ല അവർ. കാരണം വെച്ചാൽ ഒരു കാരണവശാലും ത്രൂ ഔട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് പാടാൻ ഭയങ്കര പാടാണ്. അതായത് അത് ഒരു സ്റ്റാർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഈ വോയിസ് പാട്ട് പാടുമ്പോഴോ അത് കുറച്ച് നേരത്തെ ഇടയ്ക്കൊരു ചോദ്യം. അപ്പം ഇപ്പൊ പാടാണെന്ന് പറഞ്ഞു, അപ്പൊ ആ ഒരു പാടുള്ളത് കൊണ്ടാണോ അങ്ങനെ ചെയ്യാറുണ്ട്? അപ്പോൾ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ആ പാട്ട് നമ്മുടേതായിട്ടുള്ള വോയിസിൽ പാടുമ്പോൾ നമുക്ക് എങ്ങനെ പാടി ഫലിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ വോയിസിൽ പാടും. അപ്പോൾ ആ വോയിസിൽ പാടുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ പാടുന്ന തിങ്സും ആ സാധനങ്ങളെല്ലാം ഇട്ട് പാടുമ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെടും. ഈ പറഞ്ഞ പോലെ വോഡാഫോൺ കോമഡി സ്റ്റാർസിൽ തന്നെ പല പാട്ടുകൾ പാടി. കോമഡി സ്റ്റാർ ഈ അന്ന് തുടക്കം തൊട്ട് അവസാനം വരെയുള്ള ആ പ്രോഗ്രാമിനകത്തുള്ള സകല പാരഡി പാട്ടുകളും പാടിയിരിക്കുന്നത് ഞാനാണ്. മൊത്തം പറഞ്ഞാൽ അവിടെ അത് എഴുതി തരുന്നത് സോമരാണനായിരിക്കും എഴുതി തരുന്നത്, അല്ലെങ്കിൽ ചിലപ്പം കോട്ടയം സോമരാണ്. അപ്പോൾ ഇപ്പോൾ ഇല്ല, ചിലപ്പം പ്രമോദ് വൈക്കുമായിരിക്കും, ചിലപ്പം വേറെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും എഴുതി തരുന്നത്. പക്ഷേ ആ പാട്ടുകൾ പാടുന്നത് മൊത്തം അതിനകത്ത് ഞാനായിരുന്നു പാടിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ വേറെ ആർക്കെങ്കിലും വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ടോ ഇതുവരെ? ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്കാർക്കും ഡബ് ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ഈ കഴിഞ്ഞ ദിവസം എനിക്ക് പുള്ളി ഇപ്പോൾ അത്യാവശ്യം ഫേമസ് ആയി വരുന്നുണ്ട്, നമ്മുടെ ജയദാസ് പുന്നപ്ര. ജയദാസ് പുന്നപ്ര നല്ലൊരു സിനിമ ചെയ്തായിരുന്നു ഈ കഴിഞ്ഞ ദിവസം കുടിയനായിട്ട്. അപ്പോൾ ഷൂട്ട് കഴിഞ്ഞ് ഇതിൻ്റെ പടത്തിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും പുള്ളി ഡബ് ചെയ്യാൻ പോകാൻ പറ്റാത്തൊരവസ്ഥയായി. അങ്ങനെ അവരവിടെ നിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ജയദാസ് പുന്നപ്രയ്ക്ക് മാച്ചിങ് ആയിട്ടുള്ള വോയിസ് എൻ്റെ മാത്രമേ ഉള്ളൂ. ആ വോയിസ് ചെയ്യാൻ വേണ്ടി എന്നെ വിളിച്ചു. അത് കോമ്പിനേറ്റ് ചെയ്ത് അഭിനയിക്കുന്നത് നമ്മുടെ സംവിധായകനായിട്ടുള്ള ജോണി ആൻ്റണിയും നമ്മുടെ ഉപ്പുമുളകിനകത്ത് ബാലിച്ചേട്ടൻ, അവർ രണ്ടുപേരാണ് എൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ അവർ ഒരു കള്ളു കുടിക്കുന്നൊരു സീനാണ്. ആ സീന് ഫുള്ളായിട്ട് ഡബ് ചെയ്യാൻ വേണ്ടി എനിക്ക് പറ്റി. ആ സിനിമയ്ക്കകത്ത് അവൻ്റെ വോയിസും കൂടെ എനിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റി. അങ്ങനെ ജയദാസിൻ്റെ വോയിസ് മാത്രമേ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. പിന്നെ പഞ്ചവർണ്ണത്തെ ഞാൻ വോയിസ് ഡബ് ചെയ്യാൻ ചെന്നപ്പോഴത്തേനും അവിടുത്തെ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകൾക്കൊക്കെ പിഷാടി പറഞ്ഞു, മനേട്ട ആ സൗണ്ടൊക്കെ ഒന്ന് മാറ്റിയിട്ട് മറ്റേ ഇങ്ങനെ അങ്ങനത്തെ വോയിസിലൊക്കെ അവർക്കൊക്കെ ഒന്ന് ഡബ് ചെയ്തേക്കാൻ പറഞ്ഞു. ചുമ്മാ നടന്നു പോകുന്നവരൊക്കെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞിട്ട് പോകുന്ന രീതിയിൽ വേറെ വോയിസ് മാറ്റി ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവർക്കൊക്കെ ചെയ്തിട്ടുള്ളൂ, അല്ലാതെ ചെയ്തിട്ടൊന്നുമില്ല. പിഷാരടി ആസ് എ ഡയറക്ടർ അല്ലെങ്കിൽ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ കൂടെ എന്താ പറയുക നിരവധി വേദികൾ പങ്കിട്ടുള്ള ഒരാൾ, ഈ ഡയറക്ടറായിട്ടുള്ള പിഷാരടിയും ഈ അല്ലാതുള്ള പിഷാരടിയും തമ്മിൽ എങ്ങനെയാണ്? അത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചില ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഈ ചില പ്രോഗ്രാം ചെയ്യുന്നതും അത് കോർഡിനേറ്റ് ചെയ്യുന്നതും അത് ഡയറക്റ്റ് ചെയ്യുന്നതും ഭയങ്കര ഒരു വ്യത്യാസമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പെർഫോം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടേത്. പക്ഷേ അന്നും പിഷാരടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്റ്റേജ് പെർഫോം ചെയ്യുന്ന സമയത്താണെങ്കിൽ തന്നെയാണല്ലോ ആ പുള്ളിക്കാരന് സത്യത്തിൽ ഇതൊരു കോർഡിനേഷൻ പവർ ഭയങ്കരമായിരുന്നു. ഒരു പ്രോഗ്രാം എങ്ങനെ കൊണ്ടുപോകാം, പ്രോഗ്രാമിൻ്റെ കാരണം ഒരു പ്രോഗ്രാം ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേനും പെട്ടെന്നൊരു ട്വിസ്റ്റ് ഉണ്ടാക്കാനും അല്ലെങ്കിൽ അതൊന്ന് ചിലപ്പോൾ ഒന്ന് വഴിതിരിച്ച് വിടാനും അത് വേറൊരു രീതിയിലോട്ടാക്കാനും ഒക്കെ ഇച്ചിരി ഡയറക്ഷൻ മൈൻഡ് ഉണ്ടായിരുന്നു പുള്ളിക്ക്. ആ ഒരു പ്രതിഫലനമായിരിക്കാം പുള്ളിക്ക് ഒരു സിനിമ ചെയ്യാൻ പറ്റിയതെന്ന് എനിക്ക് തോന്നുന്നു. സത്യം പിന്നെ ചെയ്യാന്നുള്ളത് ഭയങ്കര അതിശയപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. കാരണം വെച്ചാൽ അങ്ങനെ ഒരു പുതുമുഖ സംവിധായകന് ഒരു മെഗാസ്റ്റാറിനെ അല്ലെങ്കിൽ മമ്മൂക്കാനെയൊക്കെ വെച്ച് ചെയ്യാന്നൊക്കെ പറയുന്നത്. ഈ സിനിമാ ലൊക്കേഷനിൽ പിഷാരടി ശരിക്കും ഒരു സംവിധായകൻ എന്ന രീതിയിലാണോ പെരുമാറിക്കൊണ്ടിരുന്നത്, അതോ
ഒരു സ്റ്റേജ് അല്ലെങ്കിൽ കൂടെ സഹകരിക്കുന്ന നല്ല കൂടെ സഹകരിക്കുന്ന കൂട്ടുകാരനായിട്ടുള്ളൊരു സംവിധായകൻ. സത്യം അതിനുള്ളത് കാരണം വെച്ചാൽ അത് ഒരു ആ കസേര ഇരിക്കുമ്പോൾ ഒരു പവർ അത് എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യണം. കാരണം നമ്മുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്ത പലരും പല പൊസിഷനിലുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവരെ ചിലപ്പോൾ ചെന്ന് കാണുമ്പോഴത്തേനും ഓടി ചെന്നിട്ട് പണ്ടത്തെ പോലെ മറ്റേ ഇതിനകത്ത് ഉദയനാട് താരത്തിനകത്തോടെ രായപ്പാന്ന് വിളിക്കുന്നതൊക്കെ പോയി ചെന്ന് നമുക്കൊന്ന് ഓടി ചെന്ന് വിളിക്കാൻ പറ്റത്തില്ല. അവരുടെ ആ പൊസിഷൻ നമ്മളത് കീപ്പ് ചെയ്യണം. അപ്പോൾ അതുപോലെ ആ കസേര ഇരിക്കുമ്പോൾ പുള്ളിക്ക് അതിൻ്റെ പവറുണ്ട്. അല്ലാതെ അപ്പോൾ പക്ക ഫ്രീഡമാണ്. എല്ലാവരുമായിട്ട് തമാശയും പറഞ്ഞ് ചിരിച്ചും കളിച്ചൊക്കെയാണ് ലൊക്കേഷൻ നടത്താറ്. പിന്നെ പുള്ളിയുടെ കൂടെ ഒരുപാട് പ്രോഗ്രാമിന് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനും സായം ചേട്ടനും പിഷാരടിയും ധർമ്മജനും എല്ലാം കൂടെ കുറേ പ്രോഗ്രാം ചെയ്തു. പിഷാരടി സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയാണെന്നുണ്ടെങ്കിൽ മനോജിനെ സംബന്ധിച്ചിടത്തോളം മനോജ് കംഫർട്ടബിൾ ആണ്. തീർച്ചയായിട്ടും. മനോജ് വഴിപ്പടി എന്ന കലാകാരന്റെ ഉത്ഭവം എങ്ങനെയായിരുന്നു? ശരിക്കും പട്ടിണി കിടന്ന് മരിക്കണ്ടെന്ന് വെച്ച് കലാരംഗത്തേക്ക് വന്നതാണോ? അതുകൊണ്ട് അത് മാത്രമല്ല വേറൊന്നുമില്ല. കാരണം കലാരംഗത്തോടെ വരാമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സത്യം പറയാം സ്കൂൾ കാലഘട്ടത്തിലൊന്നും ഞാൻ പരിപാടിക്കൊന്നും കയറിയിട്ടേ ഇല്ല. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് അവിടെ ഇലക്ഷൻ നിന്നപ്പോഴത്തേനും ഞങ്ങൾ ഈ കമ്പനിയൊക്കെ കൂടുന്ന സമയത്ത് ചിലപ്പോൾ അവിടെ ഇരുന്നോണ്ടൊക്കെ 2-3 പാട്ടൊക്കെ പാടുന്നത്. അപ്പോൾ അവൻ എന്നെ വിളിച്ചുകൊണ്ട് ഈ ഇലക്ഷൻ ക്യാമ്പയിന് വേണ്ടി ഈ ക്ലാസ്സുകൾ തോറും കയറി ഇറങ്ങുമല്ലോ. അങ്ങനെ തുടങ്ങിയതാണ് ഈ പരിപാടി തുടങ്ങിയത്. കാരണം വെച്ചാൽ പാട്ട് പാടാൻ തുടങ്ങിയത്. പാട്ട് പാടുമെന്ന് പിന്നെ ഞാൻ അവിടെ താമസിക്കുന്ന ആ സ്ഥലത്തിനടുത്ത് കുറേ നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, ഗാനമേളയ്ക്കൊക്കെ പോകുന്ന സുഹൃത്തുക്കൾ കുറേ പേരുണ്ട്. ജോസ്, സാംകുട്ടി, ബെന്നി, അങ്ങനെ കുറേ നല്ല സുഹൃത്തുക്കളുണ്ട്. സാംകുട്ടി അപ്പം പ്രാവൻകുട്ടിയല്ല സാംകുട്ടി. അപ്പോൾ അവരൊക്കെ ഓർക്കസ്ട്രയൊക്കെ വായിക്കുന്നവരാണ്. അപ്പോൾ അവർ എൻ്റെ ഈ പാട്ടൊക്കെ കേട്ട് പറയും നമുക്കെന്നാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടിക്കോ പാട്ടൊക്കെ പാടാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞിട്ട് ചെറിയ മാട്ട, അന്നത്തെ മാട്ട എന്നൊക്കെ പറയത്തില്ല, നമ്മുടെ ചെറിയ കല്യാണ റിസപ്ഷന്, ബർത്ത്ഡേ പാർട്ടി, ഗാനമേളയുടെ ഇടയിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി ചിലത് അത്യാവശ്യം പെണ്ണിൻ്റെ സൗണ്ടിലും പാടും. അന്ന് ഫീമെയിൽ വോയിസിലൊക്കെ പാടും. അപ്പം കോർസൊക്കെ നിങ്ങൾ അവിടെ നിന്ന് പാടുവാണെന്നുള്ളത് ഞാൻ കോർസ് പെണ്ണിൻ്റെ വയസ്സിൽ ഞാനും ഓരോ കൂട്ടത്തിൽ കയറി പാടും. അങ്ങനെ പാട്ട് പാടാൻ വേണ്ടി അന്ന് അങ്ങനെയാണ് തുടങ്ങുന്നത്. തുടങ്ങിയാണ് പിന്നെ ഞാൻ പതുക്കെ ഗാനമേളയിലോട്ട് ഇവർ തന്നെ അവരുടെ ട്രൂപ്പിലോട്ട് എന്നെ കൊണ്ടുപോകാൻ തുടങ്ങി. പാട്ടിൻ്റെ ഇച്ചിരി മെച്ചം കൊണ്ടൊക്കെ ആണെന്ന് തോന്നുന്നു അവരെന്നെ വിളിച്ചുകൊണ്ട് ഗാനമേളയ്ക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. പിന്നെ അത്യാവശ്യം ഇവരുടെ കൂട്ടത്തിൽ കുറേ ഫേമസ് ആയി കഴിഞ്ഞപ്പം അത്യാവശ്യം അറിയാവുന്ന കുറേ പാലാ കമ്മ്യൂണിക്കേഷൻ അന്നൊക്കെ ഉണ്ട്. അന്ന് പിന്നെ ഏഞ്ചൽ വോയിസ് ഈ തമിഴ് പാടാനും ഹിന്ദി പാടാനും വേണ്ടി യാപ്പിന് വിളിച്ചുകൊണ്ട് പോകും. അങ്ങനെ അവിടെയൊക്കെ പാടി കഴിഞ്ഞ് അങ്ങനെ ഒരു സുപ്രഭാതത്തിലാണ് ഇവരുടെ പരിപാടിക്ക്, നമ്മുടെ പ്രശാന്ത് പുന്നപ്ര ഇവരുടെയൊക്കെ ഒരു പരിപാടിക്ക് തന്നെ പാട്ട് പാടാൻ വേണ്ടി വിളിക്കുന്നത്. ആ പാട്ടുകാരനാണ്. അങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോഴത്തേനും ഞാൻ വിമ്പാർ ഇടയ്ക്കിരുന്നുണ്ട്. അന്ന് മിംസ് ഗാനമേള ഇറങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഇവരുടെ കൂട്ടത്തിരുന്ന് ഞാൻ ചുമ്മാ മ്യൂസിക്കൊക്കെ വായിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവന്മാർ എന്നെ വിളിച്ച് വരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ വരുന്നു. അങ്ങനെ പതുക്കെ ഇവരുടെ കൂട്ടത്തിലോട്ട് കൂടി പാട്ടും മിംസ് ഗാനമേളയും കൂടി പിന്നെ സ്കിറ്റ് കളിക്കാൻ തുടങ്ങി. സ്കിറ്റ് കളിച്ച് പിന്നെ ഷോകളായി ഇങ്ങനായി ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് ഇവിടം വരെ ഏതെങ്കിലും സീഡികളിൽ പാടിയിട്ടുണ്ടോ? ശുഭാനന്ദാശ്രമം നമ്മുടെ മാവേലിക്കര ശുഭാനന്ദാശ്രമത്തിലെ ഒരു ഭക്തി കാസറ്റിനകത്ത് ഒരു പാട്ട് പാടിയിട്ടുണ്ട്. പാട്ടെന്ന് പറഞ്ഞാൽ ശരണം ശരണം ഗുരുനാഥ, ശരണം ശരണം ഗുരുനാഥ, തിരുവടി പാദമടിയനു ശരണം 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 ഗുരുനാഥ. അത് നമ്മുടെ ശുഭാനന്ദാശ്രമത്തിന് വേണ്ടി പാടിയ പാട്ടാണ്. പിന്നെ ആറ്റുകാലമ്മയ്ക്ക് വേണ്ടി പാടിയത് ഗണപതി അംബോ ഗണപതി ഗജമുഖ അംബോ ഗജമുഖ, വിഘ്നങ്ങൾ തീർക്കുന്ന ഗണപതേ ഗണപതി അംബോ ഗണപതി, അങ്ങനെ ഒരു പാട്ട്. അത് മറ്റേ പാട്ട് ഞാൻ ഓർക്കുന്നില്ല. അതെന്തായാലും അങ്ങനെ 3 കാസറ്റിനകത്ത് പാടാനുണ്ട്. സ്വന്തമായിട്ട് വരികൾ എഴുതാറുണ്ടോ? ഇല്ല, വരികളൊക്കെ ചിലപ്പോൾ ഈ പാരഡിയുടെയൊക്കെ വരികൾ എഴുതാറുണ്ട്. പാരഡി വരികളൊക്കെ പാടാൻ വേണ്ടി കൊണ്ടുവരുമ്പോഴത്തേനും അത് തിരുത്തി കൊടുക്കും. അല്ല നമുക്കുമല്ല, ആരെങ്കിലും എഴുതുന്നു ഞാൻ പാടുന്നു. പിന്നെ വേറൊരു കാര്യമുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ കോമഡി പാട്ടുകൾ പാടാൻ വേണ്ടി ഇപ്പോൾ ഒരാൾ എഴുതിക്കൊണ്ട് വരുമ്പോൾ അതിന് മീറ്റർ തികയത്തില്ല. ചില വാക്കുകൾ ചിലപ്പോൾ മുഴച്ച് നിൽക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ വേണമെന്ന് അതൊക്കെ അതിന് ചിലപ്പോൾ ഒരു വരിയൊക്കെ ഒരു വേറെ രീതിയിലൊക്കെ വരി എന്നാൽ ഇതിങ്ങനെ ആക്കിയാലോ എന്ന് ചോദിച്ച് അവരോട് ചോദിച്ചിട്ട് നമ്മളത് തിരുത്തി എഴുതിയിട്ട് പാടിക്കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഫുള്ളായിട്ട് അങ്ങനെ ഒന്നും എഴുതിയിട്ടൊന്നും ഇതിലാണ്. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ചാനൽ ഏതാണ്? ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ അമൃത ടിവിയിലെ കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കലാകാരൻ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ഒരു അപ്രീസിയേഷൻ കിട്ടിയത്, അല്ലാതെ ഒരു അഭിനന്ദനം കിട്ടിയത് എവിടുന്നാണ് എന്ന് ഓർമ്മയുണ്ട്?
അതായത് ചാനലിലാണോ അതോ പുറത്തോ? പുറത്തായാലും ചാനലിലായാലും എൻ്റെ ചോദ്യം, മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരു അഭിനന്ദനം, ഇപ്പം ഉദാഹരണത്തിന് ഒരു പാട്ട് പാടുമ്പം യേശുദാസ് സാറ് നമ്മളെ ഒന്ന് അഭിനന്ദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ലൈഫിൽ ഏറ്റവും, ഒരു കലാകാരൻ എന്ന നിലയിൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു കാര്യം. അത് അങ്ങനത്തെ എന്തെങ്കിലും ഒരു അനുഭവം? അതെനിക്ക് പള്ളുരുത്തി വിളി അവിടെ ഒരു പ്രോഗ്രാം ചെയ്തായിരുന്നു. അപ്പം അന്ന് ബെസ്റ്റായിട്ട് വന്നിരിക്കുന്നത് വിധുപ്രതാപാണ്. വിധുപ്രതാപാണ് അവിടുത്തെ പ്ലേ ബാക്ക് സിംഗർ. ആ പുള്ളിയുടെ ഗാനമേളയുടെ ഗ്യാപ്പിനാണ് ഞങ്ങളെ വിളിച്ചിരിക്കുന്നത്. അന്ന് ഞാനൊരു സംഭവം ചെയ്തായിരുന്നു. അതായത് പാട്ടുകാർ ഒരു പാട്ടിനെ ട്യൂൺ മാറ്റി പാടുന്നൊരു സംഭവം ഞാൻ ചെയ്തായിരുന്നു. അപ്പോൾ അതിനകത്ത് ആദ്യം നന്നായിട്ട് പാടിയിട്ട് പിന്നെ അത് മാറ്റി പാടുന്നതാണ്. പക്ഷെ ആദ്യം പാടിയ ആ പോർഷൻ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടിട്ട് പുള്ളി ഓടി വന്നതിനെ കെട്ടിപ്പിടിച്ചു. സത്യം പുള്ളി പറഞ്ഞു, കാരണം ഒരു മിമിക്രിക്കാരൻ ഇങ്ങനെ പാടുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുമെന്ന് പറഞ്ഞ് എന്നെ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഭയങ്കര സന്തോഷമായി. പിന്നെ എപ്പോൾ കണ്ടാലും പിടിച്ചാലും എല്ലാം കൈ പോയി കാണിക്കാൻ കൂടി ഒന്ന് വർത്താനം. മനോജ്, ഈ ശരിക്കും പറഞ്ഞാൽ സ്റ്റേജുകളിൽ പറ്റുന്ന ചില അബദ്ധങ്ങളുണ്ടല്ലോ. അബദ്ധങ്ങളെന്ന് പറഞ്ഞാൽ മൊത്തം അബദ്ധമാണ്. ഈ പിന്നെ അബദ്ധത്തിൻ്റെ ഏറ്റവും എടുത്ത് പറയാൻ പറ്റുന്നൊരു അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരു പരിപാടിക്ക് ഞാൻ ലേറ്റായിട്ടാണ് ചെയ്യുന്നത്. ലേറ്റായിട്ട് ചെന്ന് കഴിഞ്ഞാൽ കയറി ചെന്ന് കഴിഞ്ഞൊന്ന് അന്നേരപ്പം തന്നെ ഈ ആങ്കർ ചെയ്യുന്നതും പറയാണ്, വഴിപ്പിടി നീയാണ് ആദ്യത്തെ പാട്ട് പാടണമെന്ന് പറഞ്ഞു. ഞാനങ്ങോട്ട് ചെന്ന് ബുക്ക് അങ്ങോട്ട് മറിച്ച് നോക്കിയപ്പോഴത്തേനും ഫസ്റ്റിൽ കിട്ടിയ പാട്ട് ഞാനങ്ങ് പാടി. അപ്പോൾ ഞാൻ ഈ പാട്ട് പാടുന്നതിന് ഇടയ്ക്ക് അയ്യപ്പൻ്റെ അമ്പലമാണെന്നൊന്ന് ചുമ്മാ ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ. അപ്പോൾ ഞാനങ്ങോട്ട് വന്ന് കയറി അങ്ങോട്ട് കയറി നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, മയിൽ വാഹന അണ്ണാ ഇതേ അയ്യപ്പൻ്റെ അമ്പലമാണ് എന്നാ പുലി വാഹന. നമുക്ക് തോറ്റു കൊടുക്കാൻ പറ്റുമോ? പിന്നെ അത് വെച്ചൊരു ഒറ്റ കൊടുത്ത് വീണെടുത്ത് കിടന്നു ഉരുണ്ട് പറഞ്ഞു ഞാൻ ഒറ്റ അത്. കാരണം വേറെ വേണ്ടത് രക്ഷപ്പെടാൻ വേണ്ടി ആർട്ടിസ്റ്റുകളെ കഴിഞ്ഞുള്ള ആൾക്കാരെ തീർച്ചയായിട്ടും ഒരു ഉടായ്പ കാണിക്കാം. എങ്ങനെ വീണാലും നാല് കാലം പൂച്ചയുടെ ജന്മം ആർട്ടിസ്റ്റുകൾക്ക് എന്നറിയാം, വലിച്ചെറിഞ്ഞ 4 കാലയില. അതുപോലെ തന്നെ വോഡാഫോൺ കോമ്പിനേഷൻ മറ്റേ ഇല്ലൻഡുണ്ടോ ഇല്ലൻഡില്ല, അത് സുഭാഷ് അറിയാവുന്നതാണ്. സത്യം പറഞ്ഞാൽ അത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സ്കിറ്റാണ് അന്ന്. കാരണം വെച്ചാൽ ഈ 5 ലാപ്പീസ്, അതായത് ഇല്ലൻഡിൻ്റെ ഒരു പ്രാധാന്യമൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്നൊരു കഥ. അതിനകത്ത് രാജാവായിട്ട് വേഷം ചെയ്ത ആളാണ് ഈ ചോദിക്കുന്നത് കേട്ടോ, എന്നോട് ചോദിക്കുക. അതിനകത്ത് ഏറ്റവും സംഭവം എന്ന് പറഞ്ഞാൽ, അതായത് എല്ലാ ദിവസവും ഒരാൾ വന്ന് ചോദിക്കും, ചേട്ടാ എനിക്ക് ഇല്ലല്ലുണ്ടോ, അതായത് പോസ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. അപ്പം ഈ വന്ന് ചോദിക്കുമ്പോഴത്തേന് ആ ഇരിക്കുന്നവന്മാരുടെ ആയിട്ടുള്ള താളത്തിൻ്റെ ആയിട്ടുള്ളൊരു സംഭവമാണത്. അപ്പോൾ പുള്ളി വന്ന് ചോദിക്കും, ഇല്ലൻ്റുണ്ടോ? ഇല്ലൻ്റില്ല. ഇല്ലൻ്റില്ലേ? ഇല്ലൻ്റുണ്ടോ? ഇല്ലൻ്റില്ല. ഇല്ലൻ്റുണ്ടോ? ഇല്ലൻ്റില്ല. ഇല്ലൻ്റില്ലേ? ഇല്ലൻ്റില്ല. ഇല്ലൻ്റുണ്ടോ? ഇല്ലൻ്റില്ല. ഇല്ലല്ലില്ലേ? ഇല്ലൻ്റുണ്ടോ? ഈ സംഭവം ഭയങ്കര ഹൈലൈറ്റായി. ഈ സാധനം അവസാനം ഈ വൈകുന്നേരം നമ്മൾ ഈ അടിക്കാൻ വേണ്ടി പോകത്തില്ല. അപ്പോൾ ഈ ചോദിക്കുന്ന കോഡ് നമ്മളല്ല നീ അതൊക്കെ പള്ളി പറഞ്ഞാൽ ഈ വൈകുന്നേരം ഉണ്ടല്ലോ, നമ്മൾ ജംഗ്ഷനിലോട്ട് ഇറങ്ങുമ്പോഴത്തേനും ഈ സ്കിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും നമ്മളെ നോക്കി പറയാം, ഇല്ലൻ്റുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ലൻ്റില്ല, കാരണം പൈസ ഇല്ല. ആ ഒരു കോഡാക്കി മാറ്റി. അത് പലരും നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ ഭയങ്കരമായിട്ട് ഇപ്പൊ അത് വേറൊരു കോഡ്. ആ സമയത്ത് ഈ എല്ലാ കാര്യത്തിലും ഇങ്ങനെ ചോദിക്കുന്ന ഇങ്ങനെ, ഇല്ലൻ്റുണ്ടോ? ഇല്ലൻ്റില്ല. നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു കോമഡി ആയിരുന്നു അന്നത്തെ കാലത്ത്. കാരണം വെച്ചാൽ ആ കോമഡി സ്റ്റാറിന്റെ ആ പീക്ക് പോയിന്റിലുള്ള സ്കിറ്റുകളായിരുന്നു അതൊക്കെ. അതെ, നമ്മുടെ ഉല്ലാസിന്റെ കുടിയനെ, പിന്നെ അവരുടെ സഞ്ജയനൊക്കെ കളിക്കുന്ന എല്ലാ സ്കിറ്റുകൾക്കും 100 ആയിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ്, രാജമാണിക്യം പോയിട്ട് കള്ളിയങ്കാട്ട് നീലി, അതൊക്കെ ഭയങ്കര ഹൈലൈറ്റ് ആയിട്ടുള്ള അതിനകത്ത് കുറേ സ്കിറ്റിനകത്തും സുഭാഷിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ശരിയാ, സത്യമാണ്. എന്തായാലും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്കൊക്കെ ഇങ്ങനെയൊക്കെ ഇവിടെ വന്ന് നിൽക്കുകയാണെങ്കിലൊക്കെ ഒരു ഭാഗ്യമുണ്ട്, അല്ലേ സുഭാഷ്? തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവിധ സപ്പോർട്ടും നമ്മുടെ ഭാഗത്തും നമ്മുടെ പ്രിയ കലാകാരനുണ്ടാകണം. അല്ലെങ്കിൽ 2 വാക്ക് നമ്മുടെ അടിപൊളി സന്തോഷമുണ്ട് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം എനിക്ക് വരാൻ സാധിച്ചതിലും ഈ പ്രേക്ഷകരായ നിങ്ങളുമായിട്ട് കുറച്ച് നേരമെങ്കിലുമൊക്കെ എൻ്റെ കാര്യങ്ങൾ പങ്കുവെക്കാൻ സാധിച്ചതിലും വളരെ സന്തോഷമുണ്ട്. അപ്പം കൂടുതൽ സപ്പോർട്ടും എല്ലാ കാര്യങ്ങളും എന്നിലുണ്ടാകണമെന്നുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ളൊരു അഭ്യർത്ഥനയാണ്. സന്തോഷം, നന്ദി, നമസ്കാരം, താങ്ക് യു. മീഡിയ ഗ്രാഫിക്സ് TV യൂട്യൂബ് ചാനൽ, കലയും കാഴ്ചയും.